ഇവിടെ ഈ സായപ്പന്മാരും ടീമൊക്കെ ഇവിടെ എന്താണ് ഈ മല കയറാനും ഒക്കെ ആയിട്ട് നമ്മൾ ഈ നാട്ടിലൂടെ നടക്കുന്ന ആളുകള് കാടും മേടും കീഴടക്കി ജീവിക്കുന്ന നമ്മുടെ അടുത്ത് ഇതെന്ത്. ഇന്ന് നമ്മൾ ഒരു ഹൈക്കിന് പോവാണ് തൊട്ടപ്പുറത്ത് കാണുന്ന മലയിൽ. कभी खुशी कभी गम तारा रम पम पम हंसो और हंसाए करो ഇവർക്ക് ഇതൊക്കെ വലിയ സംഭവമാണ്. ഇവർക്ക് ഈ സിറ്റിയിൽ ജീവിക്കുന്ന ആളുകൾക്ക് ഇതൊക്കെ വലിയ സംഭവമാണ്. നമുക്ക് പറയുന്നത് സിറ്റി ഒന്നും അല്ല, അത് വലിയ കാട്ടുമുക്ക. ഇവിടെ ജീവിച്ച് ഇപ്പം ഇവിടുത്തുകാരുടെ ലുക്കായി ഞങ്ങള്. എന്നെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പൊ കറക്റ്റ് ഒരു മാവറി ലുക്കാ അല്ലേ ഗൈസ്? കേട്ടൊക്കെ പോണം, ചുമ്മാ ഓടിപ്പോട്ട് കാര്യമില്ല. ഇതുകൊണ്ട് അടുത്ത് കാണാൻ നല്ല രസമില്ലേ? ഒരു കാട്ടുകൊള്ളയാണ്. ഒരു അപ്പാപ്പനും അമ്മമ്മയും വന്നിട്ട് പറഞ്ഞു നിങ്ങൾ ഇവിടെ പോയി കാണണം, അടിപൊളി സ്ഥലമാണ്, ഒന്ന് പോയി കണ്ടു നോക്കാം. Heroes don't always wear a crown. അറിയത്തില്ല ഇവിടെ എങ്ങനെ ഇത്ര. Sometimes they just get through the day. You don't need to move the mountains. You don't need to part the sea. ഈ തെർമൽ ആക്ടിവിറ്റി കാരണം ഇവിടെ ഈ ഏരിയ ഫുള്ള് ഭയങ്കര എന്താണ് ഒരു മുട്ടയുടെ ഒക്കെ എന്താ പറയുന്നത്, ചീഞ്ഞ മുട്ടയുടെ ഒക്കെ ഒരു മണമാണ് മൊത്തത്തിൽ. എന്താണ് ശരിക്കും ഇത് പറയുന്നത് നമ്മുടെ ഹെൽത്തിനും നമ്മുടെ ബോഡിക്കൊക്കെ നല്ലതാണെന്നാണ് ഇത് സ്മെല് ചെയ്യുന്നത്. ഇതൊരു ഭയങ്കര ഒരു അനുഭവം തന്നെയാണ് അല്ലേ? അപ്പൊ അതൊന്ന് നമ്മൾ വന്ന ലേക്കിന്റെ പേരാണ്. നന്ദികൾ അറിയിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നു. ഫോണിൽ ചാർജ് ഉണ്ടാവേണ്ടതാണ്. റെയിൻബോ കല്ല്. ഞങ്ങൾ ട്രാപ്പിലായി ഗൈസ്. എങ്ങോട്ട്? ഇവിടെ ഒരു വഴി കാണിക്കുന്നുണ്ട്, അവിടെ ഒരു വഴിയുണ്ട്. നമുക്ക് ഇതുവഴി തന്നെ പോവാം. ഏത്? എന്നാലേ ആ റെയിൻബോ മൗണ്ടന്റെ മുകളിലെത്തുള്ളൂ. 743 മീറ്ററിലെത്തും സീ ലെവലിൽ നിന്ന്. ഓക്കെ, അങ്ങോട്ട് തന്നെ പോവാം. ഈ മലയിലേക്ക് കയറി പോകുമ്പോൾ മണ്ണ് വെള്ള കളറായി മാറിയിട്ടുണ്ട്. എന്താണോ? സൾഫറുള്ള മണ്ണോ? ഇച്ചിരി ഈ ന്യൂസിലാൻഡിന്റെ സ്കൈ കാണാൻ നല്ല ഭംഗിയാണ്. ബ്ലൂ ആണ്, ഈ മേഘങ്ങളൊക്കെ ഭയങ്കര അടുത്താണ്, നല്ല രസമാണ് കാണാൻ. ഞങ്ങളിപ്പോൾ നടന്ന് ഇച്ചിരി വെട്ടം വെളിച്ചുള്ള സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. നമ്മളവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ, പുക വരുന്ന കണ്ടില്ലേ? നിങ്ങൾ കയറിപ്പോണ അത്ര എളുപ്പമല്ല, വഴി ഇച്ചിരി മോശമാണ്. കാണാൻ പറ്റുന്നുണ്ടോന്ന് എനിക്കറിയില്ല, പക്ഷേ ഈ കുഴിയുടെ അകത്തുനിന്ന് പുക വരുന്നുണ്ട്. ചെറിയ രീതിക്കേ ഉള്ളൂ, പക്ഷെ ഉണ്ട്.
കുഴിക്കാറുന്നാണ് ഈ പോകായിരുന്നേ. ശരിക്കും ഇതൊരു സൈക്ലിങ്ങിനൊക്കെ പോകുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. ആളുകൾ വീണ്ടും ആ ഒരു പുക പട്ടി കഥയ്ക്കുന്ന പോലെ അവിടെ കഥയ്ക്കുന്നത്, അത് വേറെ കാര്യം. എന്ത് കോടയോ? കോടാമഞ്ഞിൻ ഓഹോയ്, താഴ്വരയിൽ ഓഹോയ്, രാത്രിയുമില്ല ഡാൻസ്. കോടാമഞ്ഞിൻ ഈ വയ്യാത്ത പട്ടി കയ്യാൽ കയറാൻ പോകാൻ പാടില്ലാന്ന് എവിടെയാണ് പറഞ്ഞു കേട്ടത്. നമ്മൾ കുറേ നടന്ന് ഒരു വ്യൂ പോയിന്റ് എത്തി. ഈ സാധനം കാണുമ്പോൾ ഏതെങ്കിലും രാജ്യമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ ആർക്കെങ്കിലും? വ്യൂ ഒന്നുമല്ല, പക്ഷേ മടുത്തോ? ഞാനിവിടെ ക്ഷീണിതയായി ഇരുന്നു വഴിയോരത്ത്. ഒരുപക്ഷെ നേരത്തെ ഇതാണ് നമ്മൾ കയറി വന്ന ആ ഒരു സ്ഥലം, കയറി വന്നെത്തിയ ഒരു സ്ഥലമാണിത്. ഈ കളർ കൊണ്ടാന്ന് തോന്നുന്നു ഇതിന് റെയിൻബോ മൗണ്ടൻ എന്ന് പേര് വന്നേ. നല്ല രസമുണ്ട്, വെള്ളയും ഒരു റെഡും മിക്സ് ആയിട്ടുള്ളൊരു. നമ്മൾ ആദ്യം വിചാരിച്ച അത്ര എളുപ്പമല്ല. നടന്ന് ഉപ്പാട് വന്നു. എത്ര കയറിയിട്ടും സംഭവം അങ്ങനെ എത്തണില്ല. ഞങ്ങള് കാര്യത്തിൽ കാവടി തുള്ളി പോയതാ, എത്തിയില്ല ഗൈസ്. കുറച്ചുകൂടെ ഉണ്ട്. നമ്മളിപ്പോൾ പോകുന്ന വഴിക്ക് കുറേ പേരെ കണ്ടു. അവരെല്ലാം പറയുന്നത് ഇച്ചിരി കൂടെ ഉള്ളൂ, പ്രായമുള്ള ആളുകളാണ്, ഇച്ചിരി കൂടെ ഉള്ളൂ, നല്ല വ്യൂവെല്ലാം അടിപൊളിയാണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അറിയത്തില്ല, ഇതാണോ വഴി? എന്തോ ഒരു പുഷ്പം. ആ അതാണോ മറ്റേ ഏതോ ഒരു ബീ ഹണി തിന്നെടുത്തിട്ട് എന്താണ് ആണോ അല്ലെങ്കിൽ പറഞ്ഞോ എന്താണ് മനുക്കഹണി ഉണ്ടാക്കാൻ പീസ് ഒന്ന് തേൻ കുടിക്കാൻ അറിയുന്നതാണെന്ന് തോന്നുന്നു. അങ്ങനെ തോന്നുന്നു. ടയറിന്റെ പാട് ഇതിന്റെ മുകളിൽ കെട്ടി ആരായിരിക്കും ഈ സാധനം കേട്ടിട്ട് വന്നിട്ടുണ്ടാവുന്നതാണ്. ഓ സമ്മതിക്കണം, ചില്ലർ സൂക്കടല്ല അത്. എനിക്ക് തോന്നുന്നു ഈ സാധനത്തിൻ്റെ മണ്ടയ്ക്ക് കയറാനാണ് നമ്മൾ ഈ പങ്കപ്പാട് മുഴുവൻ പെട്ടത്. സി ആ വഴി വന്നിരുന്നെങ്കിൽ എനിക്ക് കയറായിരുന്നു, നല്ല വഴിയായിരുന്നു. അപ്പോൾ ഗൈസ് സോറി ഗൈസ് കേസൊന്നും പറഞ്ഞ് കയറാനൊന്നും താല്പര്യമില്ല. നമ്മളിവിടെ എത്തി. ഓ കൊള്ളും, രസമുള്ള സ്ഥലമൊക്കെ. ഇതിലൂടെ ക്യാമറയിലൂടെ കാണുമ്പോൾ എത്രത്തോളം അതറിയാൻ പറ്റുന്നുണ്ടെന്ന് അറിയത്തില്ല, പക്ഷേ ഇറ്റ്സ് റിയലി നൈസ്. അവിടെ ലേക്ക്, ഇവിടെ ലേക്ക്, ലൈക്കല്ല ലേക്ക് ക്യാപസിറ്റാണ്. ഏറ്റവും അവസാനം ഇങ്ങനൊരു ലൈറ്റ് ഹൗസോ എന്തെങ്കിലും പറയാൻ അറിയത്തില്ല, അങ്ങനൊരു സാധനം. ഒരു മൊബൈലിൻ്റെ ഒരു ടവർ കൂടെ ഉണ്ട്. ഇവിടെ എന്താണെന്നുള്ള എഴുതി വെച്ചിട്ടുണ്ട്. ഇവർ ഇംഗ്ലീഷ് മാടൻ ഇംഗ്ലീഷാണ്, മാവൂർ ഇംഗ്ലീഷാണ്.
എന്ത് പണ്ടാണോ ഓക്കേ. ആ അതെ, ഇതാണ് റോറ്ററോ. എല്ലായിടത്തും പുകയായിരിക്കും. ഓ ലേക്കാ കാണാൻ തോന്നുന്നു. ആ മൂടി നിൽക്കുന്നത് ലേക്കിന്റെ ഏരിയ തോന്നുന്നു. അതെ, നമ്മളിപ്പോ 749 അങ്ങനെ മീറ്റേഴ്സ് അബവ് സീ ലെവലാണ്. എനിക്ക് തോന്നുന്നു ആ കാണുന്നത് മേഘമാണ്. മേഘത്തിന്റെ അടിയിലാണ് ആയിരിക്കണം ലേക്ക് റോട്ടറുവ. ലേക്ക് റോട്ടറുവ അല്ല, രണ്ട് മേഘം, രണ്ട് കോയേ. എന്തായാലും രണ്ട് കോയുണ്ട്. എന്താണ് ഇതേ? നമ്മളതെ ഈ സ്ഥലത്താണ് വന്നിരിക്കുന്നത്. എവിടെ? ഇതേ ഈ മൂക്കിലാണ് ഉള്ളത്. അവിടെ റൈറ്റ് സൈഡിൽ ലേക്ക് ഉണ്ട്. ഇവിടെ എത്തി. ഇവിടെ എത്തിയത് മാത്രം പറയാനല്ല, ഇവിടെ എത്തിയിട്ട് എങ്ങനെയുണ്ട്, വ്യൂ ഇഷ്ടപ്പെട്ടോ? വ്യൂ കൊള്ളാം. ഇപ്പൊ നോക്കിയേ, രസമുണ്ട്. വെയിലൊക്കെ ആയിട്ട് കുറച്ചടുത്ത് വെയിലുണ്ട്. പിന്നെ മൊത്തത്തിലൊരു മഴക്കാറുണ്ട്. പിന്നെ കുറെ മൊട്ടക്കുന്ന് കാണാം, കുറെ ലേക്ക് അവിടെ ഇവിടെ ഉണ്ട്. പിന്നെ ഞങ്ങള് ഹാമിൽട്ടണിൽ നിന്ന് വന്ന വഴി ഇങ്ങനെ കിടപ്പുണ്ട്. മൊത്തത്തിലൊരു കൊള്ളാം, ശാന്തമായി. ഇവിടെ ഈ മലയുടെ മണ്ടയിൽ ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഇപ്പൊ. അതെ, കാണാൻ പറ്റുന്ന അറിയത്തില്ല. അതിന്റെ അവിടെ മാത്രമായിട്ട് സൂര്യപ്രകാശം, ബാക്കി എല്ലായിടത്തും ഇരുണ്ട് കിടക്കുന്നു. മേഘത്തിന്റെ ഇടയിൽ കൂടെ അവിടെ മാത്രം വെയില്. ഹാമിൽട്ടണിൽ നിന്ന് വന്ന വഴി രാഘവേട്ടൻ. ഈ സ്ഥലം വേണ്ടല്ലോ, സാധനം ഇരുന്നോട്ടെ. ഇപ്പൊ നമുക്ക് തിരിച്ചിറങ്ങാം. എപ്പോഴത്തേനും ചെറുതായിട്ട് മഴ ചാറുന്നുണ്ട്. അപ്പോൾ ഒരു റെയിൻകോട്ട് നമ്മുടെ നാട്ടിലെ ഷിമ്മി കവർ വെച്ചടിച്ച ഇതിന് എത്ര? $5. $5 ഇതിന്. നല്ലതാണ്. അപ്പൊ ശരി ചേട്ടാ, പോയിട്ട് വരാം. അപ്പോൾ നമ്മള് കയറിയത് ചെറിയ തണുപ്പ് തുടങ്ങിയിട്ടുണ്ട് ഇവിടെ. ഏകദേശം 2:40 അതിപ്പോൾ നെറ്റ് വേണ്ടേ? അപ്പോൾ അതേ ഇറങ്ങുന്നു. എനിക്ക് തോന്നുന്നത് ഒരു നല്ല രസമുണ്ട് സാധനം. ഈ പൂ കാണാൻ നല്ല രസമുണ്ട്. ഇങ്ങനെ മറ്റേ എന്താണ് മണി പോലെ. അതെന്താണെന്നറിയോ കാരണം? അത് മുകളിലേക്ക് നിന്ന് കഴിഞ്ഞാൽ ഈ മഞ്ഞും തണുപ്പൊക്കെ വന്നു കഴിയുമ്പോഴത്തേനും അതിന് നേരെ നിൽക്കാൻ പറ്റില്ല. അപ്പോൾ അതാണ് ഇവിടുത്തെ ചെടികളും പൂക്കളൊക്കെ താഴത്തോട്ട് ഇതായി നിൽക്കുന്നത്. കഥയിൽ ചോദ്യം അങ്ങനെയാണ് അതിൻ്റെ ഒരു. ഈ ക്രിസ്മസ് ട്രീ കണ്ടിട്ടില്ലേ? ഉണ്ടോ? ഞാൻ പറഞ്ഞില്ലേ ചെടികളെല്ലാം താഴത്തോട്ട് വന്നിരുന്നത്. ആ ചെടി വളർന്നില്ല. ഇപ്പോഴും മനസ്സിലാവാത്തത് ഇങ്ങോട്ട് ഇതേ ഒരു വണ്ടി പോകുന്ന പോലത്തെ ഒരു ട്രാക്കൊക്കെ ഉണ്ട്. അതെ, ആ കാറ് പാർക്ക് ചെയ്ത സ്ഥലം ഇങ്ങോട്ടുള്ള വഴിയാണ്. നമ്മൾ അതിലൂടെ പോവാം. കാട് ഇച്ചിരി റഫായി തുടങ്ങി. അതായത് എന്താ പറയുന്നത്, ഒന്ന് ഇരുണ്ട് തുടങ്ങി. അപ്പം ലൈറ്റൊക്കെ പോകുന്നതിന് മുമ്പ് നമുക്ക് ഇറങ്ങണം. ഇച്ചിരി റിസ്ക്കുള്ള ഏരിയയാണ്. നമുക്കിവിടെ വലിയ എന്താ പാമ്പ് ഇങ്ങനെ മനുഷ്യനെ ആക്രമിക്കുന്ന പോലത്തുള്ള ഈ മൃഗങ്ങളൊന്നും അധികം ഇല്ല ഇവിടെ. അധികം നല്ല ഒട്ടും ഇല്ലെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ കാടിനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പൊ ഇവിടെ 10 ഉള്ളൂ. ഫീൽഡ്സിലേക്ക് 6 ആണ്. എന്നുവെച്ചാൽ 6 ആണ്. നമുക്ക് കണ്ടോ, എനിക്ക് കൈക്ക് കുഴപ്പമൊന്നുമില്ല. കയറി അത്ര പാട് ഇറങ്ങാനില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കുഴപ്പമില്ലായിരിക്കും. നമ്മളിവിടെ നിന്ന് ഇറങ്ങിക്കേണ്ട സമയമുണ്ടെങ്കിൽ അടുത്തൊരു വേറെ സ്പോട്ടിലൂടെ പോകാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. എന്നുവെച്ചാൽ ആ സ്പോട്ട് കണ്ടുപിടിക്കണം. അങ്ങനെ ആര്
റെഡ്വുഡ് ട്രീ വാക്കിൽ പോകാമെന്നാണ് അതിന് പറയുന്നത്. നമുക്ക് എവിടെയെങ്കിലും പോവാം. ഇപ്പൊ നമ്മള് 2:47 ഇപ്പൊ 2:35 നമ്മൾ മേളിൽ നിന്ന് ഇറങ്ങി തുടങ്ങി. 35 കയറിയപ്പോഴോ 2 മണിക്കൂർ എടുത്ത് കയറാൻ. നമ്മൾ നിർത്തി ഫോട്ടോ ഒക്കെ എടുത്ത് ഇറങ്ങാൻ അത്ര നേരം എടുക്കില്ലായിരിക്കും. ടോട്ടലൊരു എത്ര കിലോമീറ്റർ കാണും? 3 കിലോമീറ്റേഴ്സ്. പക്ഷെ ആ 3 കിലോമീറ്റേഴ്സ് ഇച്ചിരി ടാസ്ക്കാണ്. ഇറങ്ങ നമുക്ക് വിചാരിക്കുന്ന അത്ര എളുപ്പമല്ല. കുഴപ്പമില്ല. അങ്ങനെ ഞങ്ങൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഫോണിൻ്റെ ചാർജ് കഴിഞ്ഞു. പവർ ബാങ്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. പവർ ബാങ്ക് യൂട്യൂബ് വീഡിയോയോ? ഒരു യൂട്യൂബ് ചാനലാണ്. അതെ. ഇത് ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൽ ചെറിയ വീഡിയോസ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് പറയാനുള്ളതാണെങ്കിൽ വലിയ കഥയാണ്. അതുകൊണ്ട് എനിക്ക് അതിൻ്റെ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ബാക്കിയൊക്കെ ക്യാമറയൊക്കെ നോക്കി സംസാരിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര ഈസി ആയിട്ടുള്ള കാര്യമൊന്നുമല്ല എനിക്ക്. പക്ഷേ നമ്മളങ്ങ് പറയുക തന്നെ, അല്ലാണ്ട് ചുമ്മാ. പിന്നെ ഇതൊക്കെ ഒരു രസമാണ്. നമ്മൾ എന്താ വെച്ചാൽ ഒരു 19 വയസ്സാകുമ്പം നമ്മൾ ഇന്നടത്തൊക്കെ പോയി നമുക്ക് നമ്മളെ തന്നെ കാണാം എന്തൊക്കെ ചെയ്തു എന്നുള്ളതൊക്കെ. അതിന് വേണ്ടിയിട്ടാണ് എല്ലാം ഒന്ന് ഡോക്യുമെൻ്റ് ചെയ്യുന്നു. ദാറ്റ്സ് ഇറ്റ്. അല്ലാതെ അതിൽ കൂടുതലൊന്നും പ്ലാനൊന്നുമില്ല. ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്ലാൻ ഇങ്ങനെ ആളുകളെ കാണിച്ച് അവരുടെ സമയം സ്പെൻഡ് ചെയ്യിപ്പിച്ച് അതിൽ നിന്ന് പൈസ ഉണ്ടാക്കാനൊന്നും എനിക്ക് പ്ലാനില്ല. പൈസ ഉണ്ടാക്കാനുള്ളൊരു ഐഡിയ അല്ലേ ഇത്. നമുക്ക് ദൈവം നമ്മൾ ആദ്യം വന്ന സ്ഥലം വീണ്ടും പോകാം. കൈ എനിക്ക് വിഷയമാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്നൊന്നും എക്സ്പെക്ട് ചെയ്തിട്ടൊന്നുമല്ല നമ്മൾ ചെയ്യുന്നത്. ചുമ്മാ ഒരു രസം, അത്രേ ഉള്ളൂ. 10 പേര് കാണുകയാണെങ്കിൽ നമ്മൾ പോയത് 10 പേരോടെ കാണട്ടെ, അത്രേ ഉള്ളൂ. അതിൽ കൂടുതലൊന്നുമില്ല. പിന്നെ നമ്മളിതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ലൈഫിൽ കുറേ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ ഒരു പാർട്ടാണ്. ഇന്നത്തെ കാലത്ത് ഇതൊക്കെ ഉള്ളതല്ലേ. സോ നമുക്ക് ഇതെല്ലാം എക്സ്പീരിയൻസ് ചെയ്യണം അല്ലേ. എനിക്കറിയില്ല ഇപ്പോൾ ഞാൻ എൻ്റെ കാട്ടായങ്ങളൊക്കെ ഒരു യൂട്യൂബറെ പോലെ ആയിട്ട് തോന്നുന്നു. ബട്ട് ഇറ്റ്സ് ഓക്കെ. ഞാൻ എന്നെ ജഡ്ജ് ചെയ്യുന്നില്ല, വേറെ ആരെയും ജഡ്ജ് ചെയ്താൽ എനിക്ക് തേങ്ങയില്ല. പറഞ്ഞത് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് എനിക്കറിയത്തില്ല. പറഞ്ഞതാണ് നമ്മൾ ജഡ്ജ്മെൻറ്റിനെ കുറിച്ചൊന്നും ബോധം ചെയ്യേണ്ട കാര്യമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരാരുമല്ല നമുക്ക് ഒരു എന്താ പറയുന്നത് ഇന്നുവരെ ലൈഫിലൊരു ഹെൽപ്പും ചെയ്തിട്ടുമില്ല. മാക്സിമം ആളുകൾ ശത്രുക്കളൊന്നുമില്ല. നിങ്ങൾ സത്യം പറഞ്ഞാൽ എല്ലാവരും ഇത് ചെയ്യണം. എടുക്കുക, എന്താണ് ഫോൺ എടുക്കുക, തിരിച്ചു പിടിക്കുക, ഷൂട്ട് ചെയ്യുക. ആയിരിക്കും അവർ ഭയങ്കര സ്പീഡിലാണ് പോയത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും ആരും ശ്രദ്ധിക്കാൻ പോകുന്നില്ല. ഒന്നാമത്തെ കാര്യം ഞാൻ പറയാം ഏറ്റവും കൂടുതൽ, അതായത് നമ്മുടെ ഫ്രണ്ട്സോ നമ്മുടെ ഫാമിലിയോ ഇതിനകത്തൊന്നും ഇതിനകത്ത് ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊന്നും ആർക്കും ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. എനിക്കും കുറേ ഫ്രണ്ട്സ് ഉണ്ട് സപ്പോർട്ട് ചെയ്യുന്നത്. നീ അങ്ങനെ ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നവർ. പക്ഷേ ഒരു മെജോറിറ്റി ഓഫ് ദ പീപ്പിൾ അവർക്ക് വലിയ ദഹിക്കില്ല ഇതൊന്നും. വലിയ യൂട്യൂബർ ആകാൻ പോവാണ്, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമർ ആകാൻ പോവാണ്, ഇൻഫ്ലുവൻസർ ആകാൻ പോവാണ്. ഇത് പറയണം.
എടി ഇത് പുതിയതായിട്ട് ചെയ്യാൻ പോകുന്നവർക്കൊരു ഇൻസ്പിറേഷനാണ്. അപ്പം ഞാൻ ഉദ്ദേശിച്ചത് പറയാൻ ഉദ്ദേശിച്ചത് ഇവരെന്ത് വിചാരിക്കും മറ്റൊരെന്ന് വിചാരിക്കും ഓർത്തിട്ട് നിങ്ങളൊന്നും ചെയ്യാതിരിക്കരുത്. ചിലപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു 10 വ്യൂ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു 500 വ്യൂ ആയിരിക്കും. 500 ആളുകൾ എന്ന് പറയുമ്പോൾ അതൊരു വലിയ അച്ചീവ്മെൻ്റാണ്, ചെറിയൊരു കാര്യമല്ല. 500 ആളുകൾ നമ്മളെ കാണുന്നു, നമ്മുടെ വീഡിയോ കണ്ടു, നമ്മൾ എങ്ങനെയാണെങ്കിലും പൊട്ട എഡിറ്റ് ആണെങ്കിലും പൊട്ട എഡിറ്റ് അത് കണ്ടു, അതൊരു വലിയ കാര്യമാണ്. 500 പേരെന്ന് പറഞ്ഞാൽ നമ്മുടെ കല്യാണത്തിന് 500 പേരുണ്ടായിരുന്നു. അപ്പോൾ അത്രയും പേര് നമ്മുടെ വീഡിയോ കാണുന്നുണ്ട്. അത്രയൊക്കെ മതി നമ്മൾ പോകുന്ന കാര്യങ്ങൾ. നമ്മുടെ കല്യാണത്തിന് 500 പേരുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ പോകുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന, ഇനിയിപ്പം ചിലർ പറയും അവരെ കണ്ടുകഴിഞ്ഞാൽ ചിലപ്പോൾ ആളുകൾ എന്ത് മറ്റേ എന്താ ഈവിളയൊക്കെ പോലെ, ഞാൻ വിശ്വസിക്കുന്നില്ല. അതെ, ഈവിളിൻ്റെ മുകളിലാണ് തമ്പുരാൻ കർത്താവ്. അപ്പോൾ കർത്താവ് ഉദ്ദേശിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ദൈവം, എനിക്ക് ദൈവം കർത്താവ്, എല്ലാ ദൈവവും എന്നാൽ മാത്രമേ ഉള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ ദൈവം അവർക്ക് അവരവരുടെ വിശ്വാസങ്ങളിലല്ലേ ജീവിക്കണ്ടേ. മാക്സിമം നല്ലത് ചെയ്യുക, നന്നായിട്ട് ജീവിക്കുക. ഒരു റോഡ് ഇതിൽ കൂടെ ഒരു മൊട്ടക്കുന്ന് ശരിക്കും നമ്മൾ നോക്കുമ്പോ ഒരു വലിയൊരു സ്ഥലം അതിന്റെ മിനിയേച്ചർ ഫോമില് മനസ്സിലായി. ഇങ്ങനെ കാണിച്ചാൽ ചിലപ്പോ ആണോ ഇത് റോഡ്, ഇവിടെ നമ്മൾ വണ്ടി ഓടിച്ച് പോകുന്ന വെച്ചാൽ അപ്പൊ നോക്കുമ്പോ ഒരു വലിയ മല അതുപോലെ തോന്നുന്നു. ചുമന്ന നമുക്കിങ്ങനെ പൊട്ടൊക്കെ കുത്താൻ പറ്റും. ചെരിഞ്ഞോയാ ഇല്ലേ? ഇവിടെ വൈറ്റ് മണ്ണ്, അത് വേണമെങ്കിൽ പൊട്ടാവുമായിരിക്കും. ഇവിടെ ചുമന്ന മണ്ണ്. ഇതാണോ ചുമന്ന മണ്ണ്? ഇല്ല, വീണ്ടും തോൽവി. ഇല്ല, വല്ലാതെ. അപ്പൊ നമ്മള് നടന്ന് ഒരു പകുതി ദൂരം എത്തി. ഇനി ഇത്രയും കൂടെ നടക്കാനുണ്ട്. കയറാൻ എളുപ്പമാണ് ഗൈസ്, കയറാൻ ബുദ്ധിമുട്ടാണ്, കയറാൻ വളരെ എളുപ്പമാണ്. അങ്ങനെ പകുതി ദൂരം നടന്നിറങ്ങി. അയ്യോ ടാസ്ക്കാണ്. പക്ഷെ ഇറങ്ങാൻ എളുപ്പമുണ്ട് പറഞ്ഞ പോലെ. കുറച്ചുകൂടെ നടന്നു കഴിഞ്ഞാൽ ഞങ്ങൾ വണ്ടി എടുക്കുന്ന സ്ഥലത്തെത്തും. ദൈവം സഹായിച്ചെന്ന് ശരിയാ, ദൈവം സഹായിച്ചൊന്നും മഴ പെയ്തില്ല. മഴ പെയ്യാനായിട്ടുള്ള ചാൻസസ് എല്ലാം ഉണ്ടായിരുന്നു. മുകളിൽ നമുക്ക് ചെറിയൊരു ചാറൽ കിട്ടി. പക്ഷേ എന്താണ്, മഴ കാര്യമായിട്ട് പെയ്തില്ല. നമ്മൾ ആദ്യം വന്നപ്പോൾ കണ്ട സ്ഥലത്തെത്തി. അപ്പോൾ എനിക്ക് തോന്നുന്നു ഏകദേശം എത്താറായിട്ടുണ്ട്. ഇവിടെ എത്തിയപ്പം ചെറുതായിട്ട് വണ്ടിയൊക്കെ പോകുന്ന സൗണ്ടൊക്കെ കേൾക്കാം. എനിക്ക് തോന്നുന്നു എത്തിയില്ല, എത്തിക്കൊണ്ടിരിക്കുന്നു. തോമസ് അപ്പാപ്പൻ ഒരു ഗ്രോട്ടോയോ എനിക്ക് തോന്നുന്നു. ഒന്നെങ്കിൽ എന്തെങ്കിലും മൃഗങ്ങള്, പിള്ളേരൊക്കെ കയറിയിരിക്കുന്ന സ്ഥലം. പിള്ളേര് കയറി കാട്ടിനകത്ത് വന്ന് പിള്ളേര് കയറി നടന്നു പോകുന്ന ഞാൻ കയറുന്ന ഇത്രയും നാള് റോട്ടറിയില് പലതവണ വന്നിട്ടും ഇങ്ങനെയൊരു സ്ഥലം ഉണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. നമ്മളങ്ങനെ നടന്ന് എനിക്കറിയില്ല നിങ്ങൾക്ക് സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോന്ന്. പക്ഷെ നമ്മൾ റോഡിനടുത്ത് എത്താറായിട്ടുണ്ട്. വണ്ടികളുടെ സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ അടുത്തെത്തിയിട്ടുണ്ട്. അത് അപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നു. ഒരു എൻ്റെ രൂപം ശരിയാണെങ്കിൽ ഇനി ഒരു എത്ര ദൂരം ഉണ്ടാവും? ഇനി കൂടിപ്പോയി അരമണിക്കൂർ ഇനിയും ഇല്ല, ഇനി അരമണിക്കൂർ ഉണ്ടാവില്ല. ഒരു 20 മിനിറ്റ്, ഒരു 15 മിനിറ്റ് ഉണ്ടാവുള്ളൂ. 15 മിനിറ്റോടെ നടന്നു കഴിഞ്ഞാൽ നമ്മളങ്ങ് എത്തും. റോഡെത്തി. റോഡിന്റെ നല്ല സൗണ്ട് ഒക്കെ കേൾക്കുന്നുണ്ട്. ശരിയാ.
അങ്ങനെ ഗൈസ്, ഒരുപാട് നേരത്തെ നടത്തത്തിനൊടുവിൽ ഞങ്ങളിവിടെ എത്തി. ഒരു ചലഞ്ചിങ് തന്നെയായിരുന്നു കേട്ടോ. ഇതായിരുന്നു നമ്മൾ കയറിപ്പോയ സ്ഥലം. നമ്മളിവിടെ വണ്ടി പാർക്ക് ചെയ്ത് തൊട്ടപ്പുറത്തൊരു ലേക്ക് ഉണ്ട്. വണ്ടിയുടെ കീ കാണാനില്ല, മോളിൽ പോയെന്ന് തോന്നുന്നു. അപ്പം അനു ഇപ്പൊ മോളിൽ പോയി കീ എടുക്കുകയാണ് ഗൈസ്. കണ്ടാ, മഴ പെയ്യാത്ത തന്നെ വലിയ ഗുണം. ഇതാ നമ്മുടെ നാട്ടിലെ സ്വിഫ്റ്റ് കാർ. ഇതിനെ കുറിച്ച് എന്താ പറയാ? വ്യൂ ഒക്കെ നല്ല രസമുണ്ട്. മറ്റേ കറക്റ്റ് സ്ഥലം എന്ന് പറഞ്ഞോടത് എനിക്ക് അറിയത്തില്ല, ഞാൻ അവിടെ വന്നത് അധികം ആയിട്ടില്ല. റോട്ടറിന്ന് ഒരു 30 കിലോമീറ്റർ എങ്ങാണ്ടുണ്ടെന്ന് തോന്നുന്നു. റെയിൻബോ മൗണ്ടൻ എന്നാണ്. പക്ഷെ ഗൂഗിൾ മാപ്പിൽ നിങ്ങൾ അടിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ ലൊക്കേഷൻ ഞാൻ ഇച്ചിരി മെനക്കെടാൻ പറ്റുന്നവർക്ക് മാത്രം ഇങ്ങോട്ട് വരാൻ ഞാൻ ഇതൊക്കെ സാധാരണ ഇവിടുത്തെ ട്രാക്ക് അപേക്ഷിച്ച് സിമ്പിൾ ആണ്. പിന്നെ അത് ശരിയാണ്. ഇപ്പം എന്താണ്, ഞങ്ങളുടെ ഒരു ഫിറ്റ്നസ് ലെവലില് കുറച്ച് ചലഞ്ചിങ് ആയിരുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടത്തെ പോലെ അല്ല, കുറച്ച് തടിയൊക്കെ കൂടി. അപ്പം ജിമ്മിലൊക്കെ പോയി വർക്കൗട്ടൊക്കെ ചെയ്ത് സെറ്റ് ആവണം. അത് ഇനി അടുത്തടുത്ത പ്ലാനുകൾ അതൊക്കെയാണ്. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മളിതൊക്കെ പുഷ്പം പോലെ കയറും. ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ ഇച്ചിരി പാടായിരുന്നു, എന്നാലും നമ്മൾ കയറി ഇറങ്ങി. ഞങ്ങൾ രാവിലെ ഒരു പൈ മാത്രം കഴിച്ചിട്ട് ഇറങ്ങിയതാ. ഇപ്പൊ സമയം 4:45 കഴിഞ്ഞു. പിന്നെ വെള്ളം പോയി 4:45 പിന്നെ വെള്ളം പോയി കഴിച്ചിട്ട് വേറെ ഒന്ന് ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഒരു പ്രത്യേക സുഖം. ഇനി നമ്മൾ പറഞ്ഞ പോലെ ഫുഡ് കഴിക്കണോ, എന്നിട്ട് അടുത്തൊരു ഒരു സ്പോട്ടിലൂടെ പോയാൽ ഉദ്ദേശിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു കുറച്ച് ഫുഡ് കഴിച്ച് കഴിയുമ്പോഴത്തേനും ഓക്കെ ആവും. അത് കഴിഞ്ഞിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട്, റെസ്റ്റില്ല, ഒന്ന് ഫുഡ് കഴിക്കാൻ നേരത്തെ ഒന്ന് ഇരുന്നിട്ട് നമ്മൾ നേരെ അടുത്ത സ്പോട്ടിൽ പോകും. അതുകൊണ്ട് കഴിഞ്ഞ് ഇന്നത്തെ പരിപാടി മൈൻഡപ്പാണ്. അപ്പോൾ ഫുഡ് കഴിക്കുന്നത് ചിലപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്യും, ഇല്ലെങ്കിൽ ഉണ്ടാവില്ല. ഇപ്പൊ നമ്മള് ഫുഡ് കഴിക്കാനായിട്ട് ഒരു കട വന്നിട്ട്, ഒരു കുഞ്ഞി ബർഗർ കട, ക്ലാസിക് ബർഗേഴ്സ് അല്ല, ജെപീസ് ഓൺ ജെർവിസ് എന്നുള്ള ഒരു സ്ട്രീറ്റാന്ന് തോന്നുന്നു. കുഞ്ഞൊരു കടയാണ്. പക്ഷെ ഇവിടത്തെ ബർഗർ ഭയങ്കര അടിപൊളി ബർഗറാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ നമ്മൾ ട്രൈ ചെയ്യാൻ പോകും. നമ്മുടെ ഓർഡറിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാം. കപ്പാത്രം ഉണ്ടാക്കുന്ന കാരണം അത് ആളുകളൊന്നും ഇല്ല ഇതിനകത്ത്, വലിയ ബഹളമൊന്നും ഇല്ലാത്തതാണ് പതുക്കെ സംസാരിക്കുന്നത്. രസമുണ്ട് സ്ഥലം. അപ്പം നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗൈസ് അല്ല, ഇവിടെ ചെറുതായിട്ട് മഴയൊക്കെ പെയ്തു തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ റോഡുകളെ പോലെ അല്ല. നോക്കിയാൽ കാണാം ഈ ലേക്ക്, ഒരു ചെറിയൊരു ലേക്ക്, അതിന്റെ നടുക്ക് വെള്ളം തിളയ്ക്കുന്നത് കണ്ടോ. ഇത് ഫുള്ള് ഇങ്ങനെ ഒരു ആവി നമ്മൾ ആദ്യം കണ്ടിട്ട് അവിടെയൊക്കെ കുറച്ചും കൂടി ഉണ്ട്. നോക്കിയാൽ കാണണ്ട വെള്ളം തിളയ്ക്കുന്നത്. നല്ല ചൂടായിരിക്കും. തൊട്ട് നോക്കാന്ന് വെച്ചാൽ ഭയങ്കര അവിടെ നോക്ക്, നന്നായിട്ട് തിളയ്ക്കുന്നു. നിർത്തിയതല്ല, ഉള്ളിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും പറയാൻ പറ്റില്ല. ഒന്നോട് പറയാം, ബയോഗ്യാസിന്റെ അല്ലെങ്കിൽ ബയോഗ്യാസ് പ്ലാന്റിന്റെ അതിന്റെ ഒരു മണം. ഇവിടെ എല്ലാം സൾഫറിന്റെ
ഒരു കല്ല് ഇതിന്റെ പുറത്ത് നോക്കുക. ഇതിൻ്റെ ഈ മണമാണ് സ്മെല്ല് നല്ലതാണ് പറയാനുള്ളത്. എനിക്കറിയില്ല എത്രത്തോളം ശരിയാണെന്ന്. അങ്ങനെ ഞങ്ങൾ ഒരു സലാഡും നല്ലതായിരുന്നു. നമ്മൾ നേരത്തെ കണ്ട കടയിൽ നിന്ന് നല്ല സലാഡായിരുന്നു. നമ്മുടെ പാർക്കിൻ്റെ സൈഡിൽ നിന്ന് കഴിക്കുകയാണ്.